യെസ്, മുണ്ടക്കൈ ദുരന്തത്തിന്റെ 6ാം ദിനവും തെരച്ചിൽ തുടരുകയാണ്. മരണം 369 മുണ്ടേരി വനത്തിൽ നിന്ന്, ഉൾവനത്തിൽ നിന്ന് ഇന്ന് 3 മൃതദേഹങ്ങൾ ലഭിച്ചു. 2 മൃതശരീര ഭാഗങ്ങളും ഒരു ആന്തരിക അവയവവുമാണ് കിട്ടിയത് എന്നതാണ്. യെസ്, ഒപ്പം തന്നെ ഇന്ന് കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ 6ാം ദിനത്തിലും കൂടുതൽ അംഗങ്ങളെയൊക്കെ എത്തിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഈ ചാലിയാർ മുണ്ടേരി ഭാഗങ്ങളിലെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വലിയൊരു സംഘം, ഒരു മാസ് സെർച്ചിങ് എന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ തുടരുന്നത്. നമുക്ക് ജംഷീർ കുടുങ്ങിയുണ്ട് നമ്മോടൊപ്പം. ജംഷീർ, അവിടെ നമ്മൾ ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് വിശദമായി തന്നെ അതിൻ്റെ ഒരു ചിത്രം നൽകാൻ കഴിഞ്ഞിരുന്നു. വലിയ തോതിലുള്ള, വളരെ സംഘടിതമായ നിലയിലുള്ള, ആസൂത്രിതമായ നിലയിലുള്ള തിരച്ചിലിന് വേണ്ടിയിട്ടാണ് ഈ സംഘങ്ങളായി പലരെയും വിവിധ സംഘങ്ങളായി ചുമതലപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇപ്പോഴത്തെ ഈ 3 പേരുടെ ജീവൻ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള 3 ജീവനുകൾ നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ചത്? പ്രമോദ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഉൾവനങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ അത് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷമായിരുന്നു നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നത്. ഇന്നിപ്പോൾ സംഘടിതമായി നടക്കുന്ന ഈ തിരച്ചിലിൽ ഒരു പ്രത്യേകത, ഉള്ളിൽ നിന്ന് തന്നെ, അതായത് നമുക്കറിയാം ഈ വനത്തിന്റെ ഉള്ളിൽ നമുക്ക് ഫോണിന് റേഞ്ചില്ല. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മുണ്ടേരി ഈ ഭാഗത്ത്, ഫാം ഭാഗത്ത് മാത്രമാണ് റേഞ്ച് ഉള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ ഒരു അമേച്വർ റേഡിയോ സംഘം, അതായത് ഈ വയർലെസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രക്ഷാപ്രവർത്തകരുമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇവരുടെ ഒരു സംഘം, ഇവരുടെ ആളുകൾ അവിടെയും ഉണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആളുകളുടെ കൂടെ ഇവരുടെ ആളുകളുണ്ട്. അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇപ്പോൾ നമുക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആളുകളുടെ അടുത്തുള്ള വയർലെസ് വഴി ഇങ്ങോട്ടേക്ക് ബന്ധപ്പെടാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ പുഴ അരികിലുള്ള ഇവരുടെ ഇത് കൺട്രോൾ ചെയ്യുന്ന ആളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. ഈ 2 മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ, അതായത് കാലുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഇന്റേണൽ ഓർഗൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇന്റേണൽ ഓർഗൻ അത് ഒരു മനുഷ്യൻ്റേത് തന്നെയാണോ എന്നത് സംബന്ധിച്ച് തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ പരപ്പൻ പാറ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ ഉൾവനത്തിൽ പരപ്പൻ പാറ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇത് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ മൃതദേഹങ്ങൾ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ആയിരുന്നു ഇത്തരം മൃതദേഹങ്ങൾ എത്തിയെന്ന് അറിയുന്നത്. ഇപ്പോൾ ആ രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്ന മുറക്ക് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല, അവർ രക്ഷാപ്രവർത്തകർ എവിടെയാണ്, അല്ലെങ്കിൽ അവർ എത്ര കിലോമീറ്റർ പിന്നിട്ടു, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാനുള്ള സംവിധാനം ഇന്നിപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ അതില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉൾവനത്തിൽ പോയ സമയത്ത് നമ്മൾ നേരത്തെ ഡെസ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് ഏതാണ്ട് ഇത്തരം 4-5 മണിക്കൂർ ഞങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആ വനത്തിലേക്ക് പോയിരുന്നത്. പിന്നീട് തിരിച്ചു വന്നിട്ടാണ് നമുക്ക് ദൃശ്യങ്ങൾ അയക്കാനും ലൈവ് പറയാനൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു ഫോണിൻ്റെയും റേഞ്ച് ഇല്ലാത്ത ഏരിയയാണ് ഉൾവനം എന്നുള്ളത്. അവിടെ ഇപ്പോൾ വയർലെസ് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇപ്പോൾ നമുക്ക് മൃതദേഹം ലഭിച്ചു എന്ന വിവരം ലഭിച്ചിട്ടുള്ളത്. മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ലഭിച്ചു എന്ന വിവരം ലഭിച്ചിട്ടുള്ളത്. ഇനി അത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഉൾവനത്തിൽ പരമാവധി ട്രാക്ടർ പോകാൻ കഴിയുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ നിലവിൽ ട്രാക്ടർ ഉണ്ട്. അതായത് ഈ കുമ്പളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രാക്ടർ എത്തിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇനി മൃതദേഹങ്ങൾ എത്തിച്ച് ആ ട്രാക്ടറിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ തുടരുകയാണ്, വ്യാപകമായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ചാലിയാറിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ചാലിയാറിൽ നിന്ന് ഇതുവരെ മൃതദേഹങ്ങൾ കിട്ടിയതായുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. ഇപ്പോൾ ഉൾവനങ്ങളിൽ നിന്ന് തന്നെയാണ് മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ കിട്ടിയ വിവരം വരുന്നത്. അവിടെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുകയാണ്. പല ഭാഗങ്ങളിലായി, പല ഗ്യാങ്ങുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. ആ പരിശോധന നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ 2 മൃതദേഹ ശരീരഭാഗങ്ങൾ കിട്ടി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. കാരണം ഇനി ആ ഒരു ഏരിയ, ഇപ്പം അവർ പരിശോധിക്കുന്ന ആ ഒരു ഏരിയയിൽ ഇനി കൂടുതൽ പരിശോധന നടത്തി അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും നിലവിലുള്ള മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക. കാരണം
സംഘങ്ങളുടെ വിവരങ്ങളെല്ലാം ഏതെങ്കിലും കേന്ദ്രത്തിൽ മോണിറ്റർ ചെയ്യുന്നുണ്ടോ? അത് അവർക്ക് കൃത്യമായി എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ERF സംഘങ്ങൾ അവരുടെ എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. ആ സംഘങ്ങളുടെ കൂടെ വയർലെസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളുണ്ട്. കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം തന്നെ ഒരാൾ എല്ലാ സംഘങ്ങളുടെ കൂടെയുണ്ട്. അവരുമായി ഇപ്പം എന്റെ പിറകിൽ കാണുമോന്നറിയില്ല, ഇവിടെ ഒരു വയർലെസ് സന്ദേശത്തിന്റെ ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരെവിടെയാണെന്ന്, എത്ര കിലോമീറ്റർ പിന്നിട്ടു, എന്തെല്ലാം ശരീരഭാഗങ്ങൾ ലഭിച്ചു, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നൊക്കെ കൃത്യമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് അല്പം മുമ്പാണ് അതിന്റെ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റെഡി ആയിട്ടുള്ളത്. ഇപ്പം ഏതാണ്ട് റെഡിയായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രമോദ്. ഓക്കെ.